ഗുഡ് മോർണിംഗ് ഫ്രം ഓസ്ട്രേലിയ. യെസ്, ഞാനിപ്പോൾ ഓസ്ട്രേലിയയിൽ ഒരു ഔട്ട് ബാക്ക് ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഔട്ട് ബാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ റിമോട്ട് ആൻഡ് അൺഇൻഹാബിറ്റഡ് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടുള്ള ഒരു ട്രിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട്. അപ്പോൾ ആ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ടുള്ള യാത്രയിൽ എൻ്റെ കൂടെ കൂടാനായിട്ട് നിങ്ങൾ റെഡിയാണെന്നുണ്ടെങ്കിൽ കം ലെറ്റ്സ് ഗോ. ഞാൻ താമസിക്കുന്ന ക്യാമ്പ് സൈറ്റ് അവിടെ തന്നെ ചെറിയ രീതിയിൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ പിന്നെ ഇന്ന് രാവിലെ ഒന്ന് ചെറിയ രീതിയിൽ നടക്കാൻ ഓടാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇറങ്ങിയതാണ്. സോ ഇനിയിപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് നമുക്ക് പോകേണ്ടത് ഗോൾഡ് മൈൻ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഗോൾഡ് മൈൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടില്ല. ഇവിടെ അടുത്തൊരു ഗോൾഡ് മൈൻ്റെ എന്തൊരു സെറ്റപ്പ് ഉണ്ട്, നമുക്ക് അവിടെ പോയി കാണാൻ പറ്റുമോ എന്നുള്ള പരിപാടിയൊക്കെ നോക്കണം. ഇന്നലെ രാത്രി പെരുമഴയായിരുന്നു. പെരുമഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനായി കിടപ്പുണ്ട്. അപ്പോൾ ഇതിനകത്ത് കിടക്കുമ്പോഴത്തേക്കിനും ഭയങ്കര സൗണ്ടാണ് ഈ മഴയുടെ ഗ്ലൂന്ന് പറഞ്ഞുകൊണ്ട്. ഇത് എന്തിൻ്റെ ആൻ്റണിയാണെന്ന് ഒരു പിടുത്തമില്ല. നമ്മുടെ നാട്ടിലെ പഴയ ദൂരദർശൻ്റെ ആൻ്റണി ഇല്ലേ, അതേപോലത്തെ കുറെ ആൻ്റണി ഇതിൻ്റെയൊക്കെ മേളിൽ വെച്ചിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഗായ്സ്, നമ്മൾ പോവല്ലേ? റെഡിയല്ലേ? ഇന്നും ഉണ്ട് 100 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാനായിട്ട്. എന്നാലേ നമ്മൾ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് എത്തുകയുള്ളൂ. രസമാണ്. പക്ഷേ ഇത് നമുക്ക് കുറേ കാഴ്ചകൾ കാണാനുണ്ടാവും ഫോർ ഷുവർ. ഇന്നലെ ഇല്ലായിരുന്നോ? അടിപൊളിയല്ലായിരുന്നോ? ഹൗസ് ഇറ്റ് ഗോയിങ്? ഓസ്ട്രേലിയയുടെ ഔട്ട് ബാക്ക് എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങളുടെ കമൻസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനം. അതേപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക, എന്നാലേ നമുക്ക് ഒന്നും കൂടെ അടിച്ചു പൊളിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് പോകാം ആലിസ് സ്പ്രിങ്സിലേക്ക്. അതിന് മുമ്പ് നമുക്ക് ആദ്യം വണ്ടിക്ക് ഇന്ധനം നിറയ്ക്കണം, പിന്നെ ഗോൾഡ് ഫീൽഡ് കാണാൻ പോലെ ഗോൾഡ് മൈൻ കാണാൻ പോകണം. അങ്ങനെ കുറച്ച് പേരുകളൊക്കെ ഉണ്ട്. ഈ ഓസ്ട്രേലിയ വന്നിട്ട് മര്യാദക്കൊരു ഇൻ്റർനെറ്റ്, ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് കിട്ടിയിട്ടില്ല ഇതുവരെ. വീഡിയോ അപ്ലോഡ് ചെയ്യാനൊക്കെ എന്ത് പാടാണെന്നറിയോ? അതാണ് ഞാൻ ഈ യാത്രയിൽ ഏറ്റവും നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അപ്ലോഡ് ദ വീഡിയോസ് മാൻ. ഇതുവരെ പാരക്ഷിക്കണേ. 500 കിലോമീറ്ററാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ളത്. 500 കിലോമീറ്റേഴ്സ്. യെസ്, എനിക്ക് വയ്യ. ആദ്യം നമുക്ക് ഈ ക്യാമ്പ് സൈറ്റിൽ നിന്ന് എക്സിറ്റ് ചെയ്യണം. ഇതിന് പെട്രോൾ അടിക്കണം. 330 കിലോമീറ്റർ കൂടെ ഓടുകയുള്ളൂ. ചാവി എടുത്ത് ഒരു ഓസ്ട്രേലിയൻ അമ്മച്ചി ആണ് അകത്തിരുന്നത്. പുള്ളിക്കാർ പറഞ്ഞു, നീ എങ്ങോട്ടാ പോകുന്നേ? ആലിസ് സ്പ്രിങ്സിലാണ്. മഴയൊക്കെ ഉണ്ടാവും, വെള്ളപ്പൊക്കെ ഉണ്ടാവും, റോഡിൽ വെള്ളമൊക്കെ ഉണ്ടാവും, ശ്രദ്ധിച്ചു പോകണം. ഞാൻ പറയാ ശ്രദ്ധിച്ചു പോകാം. ഹായ്, എന്തുവാടാ? വൃത്തിയുണ്ടോ? വൃത്തിയൊക്കെ ഉണ്ട്. നോക്കുന്നതുണ്ടോ? ഈ കൂട്ട് കിട്ടിയാ രാവിലെ നോക്കി പെട്രോൾ പമ്പ് വന്നപ്പോഴത്തേക്കിന്. എൻ്റെ ഒന്നും ഇല്ല കേട്ടോ. എൻ്റെ ഒന്നുമില്ല നിനക്ക് തരാനായിട്ട്. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് വിത്ത് മീ. പ്രശ്നമൊന്നുമില്ല. ഇവിടെ വില കൂടുതലാണ് ഡീസലിന്. 1.9. നമ്മളിവിടെ വന്ന് അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് അകത്ത് പോയി പൈസ കൊടുത്താൽ അവർക്ക് ഭയങ്കര വിശ്വാസം ആ കാര്യത്തിൽ. എനിക്കിടത്തില്ല എങ്ങനെയാണ്. ചില സ്ഥലത്ത് ആദ്യം കാർഡൊക്കെ വാലിഡേറ്റ് ചെയ്യണം. പക്ഷേ ഇവിടെ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. നമ്മൾ വരിക, അടിക്കുക, അടിച്ചു കഴിഞ്ഞിട്ട് അകത്ത് കൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുക. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. മിക്ക രാജ്യങ്ങളിൽ പോയാലും പെട്രോൾ പമ്പിൽ ആരും ഉണ്ടാവില്ല. നമ്മൾ തന്നെ അടിക്കണം. വേറെ ആരും അടിച്ചു തരാമെന്നുണ്ടാവില്ല. ലേബർ കോസ്റ്റ് ഭയങ്കര കൂടുതലല്ലേ? ഒരാളെ ഇവിടെ വെക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? ഒരു മണിക്കൂറിന് മിനിമം ഒരു $10 $15 കൊടുക്കണ്ട, എന്നാലും ഒരാളെ കിട്ടുകയുള്ളൂ. എല്ലാം കിട്ടില്ലല്ലോ. പൂത്തി നിറച്ച് അടച്ചിട്ടുണ്ട്. $144, 75 ലിറ്റർ, ഏകദേശം 10,000 രൂപയായി. 10,000 രൂപ. തീരെ എല്ലാ തുള്ളിയും പോട്ടെ. ഇവിടെ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ബില്ലടിക്കാൻ പോയപ്പോഴത്തേക്കും അവിടെ ഇന്ത്യക്കാരൻ. ഇവിടെ മലയാളികൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാണ് എന്നോട് ആലിസ് സ്പ്രിങ്സിലുള്ള ഒരു ചേട്ടൻ പറഞ്ഞത്. ഈ ചെറിയ സ്ഥലത്ത് ഏതാണ്ട് 5-6 മലയാളി ഫാമിലി ഉണ്ടെന്ന്. ചിക്കൻ വാങ്ങിച്ചാൽ രാവിലെ. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് ബാറ്ററി ഹിൽ ഗോൾഡ് മൈനിങ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇവിടെ നമുക്ക് പഴയ ഒരു ഗോൾഡ് മൈനാണ്. ആ ഒരു ഗോൾഡ് മൈൻ നടന്നിരുന്ന സ്ഥലം വിസിറ്റേഴ്സിന് വേണ്ടി ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ ഇവിടെ പല എക്യുപ്മെൻറ്റ്സും പല സംഭവങ്ങളും വെച്ചിട്ടുണ്ട്. ഞാനിവിടെ പാർക്കിങ്ങിൽ വണ്ടി ഇട്ടു. പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന കുറേ സാധനങ്ങളും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ കാണുന്ന കല്ലുകളൊക്കെ കണ്ടോ ഗൈസ്? ഇതൊക്കെ മൈൻ ചെയ്തെടുത്തിട്ട് ഇതുപോലത്തെ കല്ലുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കാണുന്ന പല മെറ്റൽസും ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നൊക്കെയാണ് ഗോൾഡും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൻ്റെയൊക്കെ പ്രോസസ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതൊരു കൈൻഡ് ഓഫ് മ്യൂസിയം കൈൻഡ് ഓഫ് തിങ് ആണ്. You open? Yeah, it's walking down the creek. Oh yeah, so how much is it for the entrance? So we have 3 museums: Social Okay. Museum, Mineral Museum, and a Barrel Museum. That is $40 a person. For all 3 of them. 40. No. 14. It's all together here? All together, yes. എൻ്റെ പൊന്നെ, ഇവിടെ അകത്ത് വന്നപ്പോഴത്തേക്കും ഒരാൾ സംസാരിക്കുന്ന കേട്ടില്ലായിരുന്നു. പുള്ളി ഡച്ചുകാരനാണേ. പുള്ളി കഴിഞ്ഞ 17 വർഷമായിട്ട് ഇവിടെ ഈ നാട്ടിൽ വന്ന് ജീവിക്കുന്ന ആളാണെന്ന്. ഇവിടെ 17 വർഷമായിട്ട് ഈ ചെറിയ സ്ഥലത്ത്. അപ്പോൾ പുള്ളി ബാക്ക് പാക്കറായിട്ട് വന്നതാണ്. അപ്പം പുള്ളിക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ട് പുള്ളിയുടെ കല്യാണം കഴിച്ചാൽ കൂടി എന്നാണ് പുള്ളി എന്നോട് പറയുന്നത്. പുള്ളി എന്നെ 1/2 മണിക്കൂർ അവിടെ പിടിച്ച് നിർത്തി കത്തി വെച്ചു. സ്ഥലം കാണാൻ പോകുന്നതിലും കൂടുതൽ എൻജോയ് ചെയ്തത് പുള്ളിയുടെ കത്തിയാണ്. എൻ്റെ അമ്മ പുള്ളി എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞെന്നറിയോ? 17 വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം എങ്ങനെയായിരുന്നോ അതേപോലെയാണ് ഇപ്പോഴും. ഞാൻ ചോദിച്ചു, ഒത്തിരി മാറിയില്ലേന്ന്? ഇല്ലെന്ന്.
17 വർഷം മുമ്പ് ഈ സ്ഥലം എങ്ങനെയായിരുന്നു അതേപോലെയാണെന്ന് ഇപ്പോഴും. അതാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത. അത് ഭയങ്കര പുള്ളി കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. എല്ലാം ഒന്നും എനിക്ക് നിങ്ങളെ കേൾപ്പിക്കാൻ പറ്റില്ലല്ലോ. ഇത് ബേസിക്കലി ഇതൊരു മ്യൂസിയം പോലത്തെ സെറ്റപ്പ് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. $14 കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് പല സ്ഥലത്തും ഇവിടെ 2-3 സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. അവിടെ എല്ലാം പോയി കാണാം. പുള്ളി എനിക്ക് പിന്നെ കുറേ മാപ്പൊക്കെ തന്നു. ഇവിടെ നിന്ന് ആലിസ് സ്പ്രിങ്സ് പോകുന്ന വഴി കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം, മിസ് ചെയ്യരുത്. പിന്നെ ഇവിടെ തന്നെ അടുത്ത് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം, മിസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് കുറേ നേരം എനിക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. 40,000 വർഷങ്ങൾക്ക് മുമ്പാണ് ആദ്യമായിട്ട് ഇവിടെ മനുഷ്യർ വന്നത്. അപ്പോൾ വറുമുങ്കു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട അബോറിജിനൽസാണ് ഈ ഒരു ഭാഗം കൺട്രോൾ ചെയ്യുന്നത്. 1930 ഇവർ ഇവിടെ ഗോൾഡ് മൈനിങ് ആരംഭിച്ചതാണ്, 1930. അപ്പോൾ ഈ ഓസ്ട്രേലിയയിൽ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് പലതരത്തിലുള്ള മൈനിങ് സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഓസ്ട്രേലിയയുടെ ആ ഒരു പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇവിടെയൊക്കെ അടിയിൽ മൈൻ ചെയ്തെടുത്ത് എന്താ പറയുക പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഗോൾഡൊക്കെ കിട്ടുമായിരിക്കും, ഗോൾഡ് യുറേനൊക്കെ കിട്ടുമായിരിക്കും. ഓസ്ട്രേലിയയുടെ ഒരു സമ്പദ് വ്യവസ്ഥതയ്ക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊരു സംഭവമാണ് ഇവിടുത്തെ മൈനിങ് എന്ന് പറയുന്നത്. ഞാനൊരു മൈനൊക്കെ കാണാമെന്ന് കരുതി വന്നതാണ്, പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഇത് മൈനിങ് മ്യൂസിയമാണ്. ഇവിടെ ഇപ്പോഴും മൈനിങ് നടക്കുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷേ നമുക്ക് അവിടേക്ക് ആ പരിസരത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം അവർക്ക് അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് എൻ്റർ ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. ഈ മൈനിങ് എന്ന് പറയുന്നത് ചില്ലറ എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്ത് ആളുകൾ ഭയങ്കര ഹൈലി പെയ്ഡ് ആയിരിക്കും അവർക്കൊക്കെ. പക്ഷേ എന്നിരുന്നാലും സ്വന്തം ജീവൻ പണയപ്പെടുത്തിയാണ് പല ആളുകളും മൈനുകളിൽ വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഭൂമിക്കടിയിൽ എന്തോരം റിസോഴ്സുകളുണ്ട്, എന്തൊക്കെയാണ് മനുഷ്യൻ അത് ഏതൊക്കെ രീതിയിലാണ് ചൂഴ്ന്നെടുക്കുന്നത് അല്ലെങ്കിൽ കിഴിഞ്ഞെടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ഇത് റിയലി ഇൻട്രസ്റ്റിംഗ് തിങ്. പണ്ട് കാലത്ത് മൈനിങ്ങിന് ഉപയോഗിച്ചിരുന്ന പല സംഭവങ്ങളും നമുക്കിവിടെ പുറത്ത് പല സ്ഥലത്ത് ഇങ്ങനെ കിടക്കുന്ന കാണാം. ഇവര് മൈനിങ് എന്ന് പറഞ്ഞിട്ട് ഓരോ സ്ഥലം കുഴിച്ച് എടുത്തിട്ട് ആ മണ്ണൊക്കെ ഇട്ടിട്ട് വേറെ സ്ഥലത്ത് മലയാക്കും, എന്നിട്ട് ആ മണ്ണ് തിരിച്ചടക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനത്തെ പരിപാടിയുണ്ട്. ഇൻ ദ മെമ്മറി ഓഫ് സ്പിരിറ്റ് എന്തോ ഒരു മൈൻ. പഴയ വണ്ടികളൊക്കെ കിടക്കുന്നുണ്ടോ, മൈനിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വണ്ടികളായിരിക്കും. പിന്നെ ചില വർക്ക്ഷോപ്പുകൾ, പല സംഭവങ്ങൾ, എന്തൊക്കെയല്ലേ. ബാറ്ററി ഹിൽ മൈനിങ് മ്യൂസിയം. എന്തോ വലിയ എഞ്ചിനാണ്ടില്ല, ആ എഞ്ചിൻ്റെ കൂട്ടത്തിൽ എന്തോ ഒരു ചക്രം കൂടെ ഉണ്ട്. പിന്നെ ഇവിടെ ഇതുപോലുള്ള കുറേ ഇതൊക്കെ പണ്ട് കാലത്ത് ഈ മെഷീനറീസൊക്കെ പലതും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലതൊക്കെ ഇവർ പലതും അവിടെ ഉപേക്ഷിക്കും. പണ്ട് അങ്ങനത്തെ പരിപാടിയായിരുന്നല്ലോ, ചീത്തയായതും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവരവിടെ ഉപേക്ഷിച്ച് കളയുന്ന പരിപാടികളായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. എത്ര സംഭവങ്ങൾ ഭൂമിക്കടിയിൽ നിന്നും ചുഴഞ്ഞെടുത്ത സംഭവങ്ങളായിരിക്കും അല്ലേ ഇത്. ഓൾഡ് വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഇവിടെ. മിനറൽ കളക്ഷൻ ഫോർ കളർ അൽബർട്ട ബൊറല്ല. ഇവിടെ ഗോൾഡ് മൈനിങ് ഇൻ ഓസ്ട്രേലിയ, ഗോൾഡ് മൈനിങ് ഇൻ ടെനൻ ക്രീക്ക്, ഇവരുടെയൊക്കെ കംപ്ലീറ്റ് ചരിത്രം മറ്റും സംഭവങ്ങളും കുറേ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ഒരു മൈനിങ് സൈറ്റ് ആക്ച്വലി ഡെവലപ്പ് ചെയ്ത് വരിക. പണ്ടത്തെയൊക്കെ അപേക്ഷിച്ചിട്ട് ഇപ്പോൾ ഫാർ പല സംഭവങ്ങളും ബെറ്റർ ആയിട്ടുണ്ട്. കാരണം മനുഷ്യരുടെ സുരക്ഷ ഏറ്റവും വലിയൊരു ഫാക്ടറാണല്ലോ. പക്ഷെ എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല. ഇതിനകത്ത് വന്നു കഴിയുമ്പോൾ നമുക്ക് നല്ല വിലപിടിപ്പുള്ള ഓരോ സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഇവിടെ ടോർച്ച് വെച്ചിട്ടുണ്ട്. ഈ ടോർച്ച് നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇതിങ്ങനെ ടോർച്ച് അടിച്ച് നോക്കി പല സംഭവങ്ങളും ഇങ്ങനെ തിളങ്ങുന്നതും മറ്റുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിനു വേണ്ടി വെച്ചിരിക്കുന്ന സംഭവമാണ്. ഇതിങ്ങനെ നമുക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഇതിലെ ഓരോ തിളക്കങ്ങളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് നോക്കുമ്പോഴത്തേക്കിനും നമ്മൾ സാധാരണ ഒരു പാറക്കഷ്ണം പോലെ കല്ല് കഷ്ണം പോലെയൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയല്ല, ഇതൊരു ഗോൾഡ് ഓറാണ്. ഇതെല്ലാം ഗോൾഡ് ഓറാണ്, കണ്ടല്ലേ. അതായത് ഇത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ നോക്കുമ്പോൾ എന്താ ഇത് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്നൊക്കെയാണ് ഇവർ സ്വർണ്ണം ഉണ്ടാക്കുന്നത്, കണ്ടില്ലേ. ഇതിലൊക്കെ ഒരു തിളക്കം കണ്ടോ, നിങ്ങൾക്ക് ക്യാമറയിലത് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു ചെറിയൊരു തിളക്കം പോലെ നമുക്കത് പറയുന്നത് മനസ്സിലാവും. അപ്പോൾ എന്തൊക്കെയല്ലേ മനുഷ്യൻ എങ്ങനെയൊക്കെയല്ലേ ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചത്. ഇതൊക്കെ വിലപിടിപ്പുള്ള സംഭവങ്ങളായിരിക്കും. ഇത് ഇവിടെ ചില്ലിൻകൂട്ടിനകത്താണ് വെച്ചേക്കുന്നത്. പക്ഷേ എൻ്റെ അമ്മോ, ഇത് കണ്ടില്ലേ എന്തോ സംഭവമല്ലേ ഇത്. ഗലേന എന്ന് പറഞ്ഞൊരു സംഭവമാണ്, ഗലേന. ഇതൊക്കെ ഇങ്ങനെ മൈൻ ചെയ്ത് വരുമ്പോൾ കിട്ടുന്നതായിരിക്കും. ഭൂമിക്ക് അടിഭാഗം എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല കേട്ടോ. അത് നോക്ക്, അത് വേറൊരു ടൈപ്പ് സാധനം. ഇങ്ങനെയുള്ള ഈ പറഞ്ഞ പീസുകൾക്കൊക്കെ എന്ത് പ്രൈസ് ഉണ്ടാവുമെന്നറിയോ. ഈ ഇരിക്കുന്ന സംഭവങ്ങളൊക്കെ ഭൂമിക്കടിയിൽ നിന്ന് മനുഷ്യൻ തുരന്നെടുത്ത ഓരോ കാര്യങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടാണ് ഇത് വിശ്വസിക്കണമെന്നുണ്ടെങ്കിൽ. ഇപ്പം എനിക്ക് മനസ്സിലായി ഒരു കാര്യം. ഈ സ്ഥലങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഇപ്പോഴും വിജനമായിട്ട് കിടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് ഓസ്ട്രേലിയക്ക് ഇത്രയും കാശ് വന്നതെന്നും എന്തുകൊണ്ടാണ് ഈ രാജ്യം ഇത്ര റിച്ച് ആയതെന്നും ഇപ്പം മനസ്സിലായിരിക്കും. ആ വണ്ടി അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി കാണുമെന്നൊരു ഐഡിയ ഇല്ല. ഗസിയാവും നിങ്ങൾക്ക്. ഈ കാണുന്നത് ഇവരെന്തോ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ്. അതിലൂടെ ഇട്ട് കൊടുത്തിട്ട് അതിവിടെ നിന്ന് എന്തൊക്കെയോ രീതിയിൽ ക്രഷ് ചെയ്ത് ചിലപ്പം ഇതിൻ്റെ എന്തെങ്കിലും പ്രോസസ്സ് നടന്നുകൊണ്ടിരുന്ന
ഒരു ഫാക്ടറി പോലത്തെ എന്തോ ഒരു സെറ്റപ്പാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ഷാഫ്റ്റിലൂടെ മേളിൽ കയറിപ്പോയി അവിടെ പോയി എന്തോ ചെയ്യുന്ന സംഭവം. എനിക്ക് പറഞ്ഞ ഒരു അബാൻഡൻഡ് ഗോൾഡ് മൈൻ. അങ്ങനെ വീണ്ടും 130 സോൺ. അങ്ങനെ നമ്മൾ ടെനൻ ക്രീക്ക് വിട്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ആലിസ് സ്പ്രിങ്സിനെ ലക്ഷ്യമാക്കി നമ്മളുടെ യാത്ര ആരംഭിക്കുന്നു. 130 സോണാണ്, പക്ഷേ കാറ്റൽ ക്രോസിംഗ് ഉണ്ടാവും, കാങ്കരു ക്രോസിംഗ് ഉണ്ടാവും, വാലബി ക്രോസിംഗ് ഉണ്ടാവും. അവരൊന്നും ക്രോസ് ചെയ്യത്തില്ല. കാറ്റിലടക്കം കാങ്കരൂസും ബാക്കിയുള്ള സാധനങ്ങളും എല്ലാം നേരെ വണ്ടിക്ക് മുമ്പിലേക്ക് എടുത്ത് ചാടുമെന്നാണ് കേട്ടിട്ടുള്ളത്. അപ്പോൾ എത്ര 130 ആണെന്നുണ്ടെങ്കിലും നമ്മൾ നോക്കി കണ്ടു പോയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും ഗൈസ്. അതാണ് സംഭവം. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് സ്റ്റുവാർട്ട് ഹൈവേയിലെ ടെനൻ ക്രീക്കിൽ നിന്നും ആലിസ് സ്പ്രിങ്സിലേക്കുള്ള നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ഡെവിൽസ് സ്റ്റോൺ എന്ന് പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട്. അവിടേക്ക് പോകാം. കർലു എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്, അല്ലെങ്കിൽ ഡെവിൽസ് മാർബിൾസ് എന്നും പറയാം. കർലു. നമ്മൾ ഇത്രയും ദിവസം നമ്മൾ പരന്ന സ്ഥലത്ത് കൂടെ വന്നുകൊണ്ടിരുന്നു. ഇപ്പൊ നമുക്ക് ചെറിയ മലകളൊക്കെ കണ്ടു തുടങ്ങി, ചെറിയ കുഞ്ഞു മലകളൊക്കെ കണ്ടു തുടങ്ങി. ഇനിയിപ്പോ നമുക്ക് പുല്ലൊക്കെ മാറി ഇനിയിപ്പോ ഫുൾ ഡ്രൈ ലാൻഡിലേക്ക് പോകും ഇനി അങ്ങോട്ട് പോകുമ്പോൾ. കർലുവിലേക്ക് എത്തിയിരിക്കുകയാണ്. കർലു വന്നപ്പോഴത്തേക്കിനും കണ്ടില്ലേ, നോക്കി ഇവിടുത്തെ സംഭവങ്ങളൊക്കെ മാറിയണ്ട. നമ്മളൊരു 100 കിലോമീറ്റർ എന്ന് ഡ്രൈവ് ചെയ്തേ ഉള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു സാധനങ്ങളൊക്കെ എല്ലാം മാറിയുന്നേണ്ട. രാവിലെ ഭയങ്കര ഈച്ചയിടിയായിരുന്നു. കംപ്ലീറ്റ് ഈച്ചയടിച്ച് എൻ്റെ വണ്ടി എത്ര ഈച്ചേനൊക്കെ ഒന്നറിയോ, ഫുൾ ഈച്ചയാണ്. ഈ ഈച്ചേനെ കഴുകിക്കളയാൻ തന്നെ എന്നെ പാടായിരിക്കും. ഈ കർലു എന്ന് പറഞ്ഞാലേ, അതായത് ഇങ്ങനെ കുറേ സ്റ്റോൺസ് പോലത്തെ സംഭവങ്ങൾ ഈ പരിസരത്ത്, അതായത് ഇത്രയും 1000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് ഇത്രയും സ്ഥലം, ഇതുപോലത്തെ സ്ഥലം കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു വ്യത്യസ്തമായ സ്ഥലമാണ് ഇതിവിടെ ഉള്ളത്. നമ്മൾ പറഞ്ഞ മറ്റേ വറുമുങ്കു, കൈത്തയ, അൽവവാറ ആൻഡ് അബോറിജിനൽസിൻ്റെ ഭാഷയിലുള്ള പേരുകൾ. അപ്പോൾ അങ്ങനെയുള്ള അബോറിജിനൽസ് ആയിട്ടുള്ള ആളുകളില്ലേ, അവരുടെ ആണ് ഈ പറഞ്ഞ ലാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെയുള്ള പല ലാൻഡും ഇവിടുത്തെ അബോറിജിനൽസിൻ്റെയാണ്, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ അല്ല. മനസ്സിലായില്ലേ? അതപ്പോൾ അവർ തമ്മിലൊരു മ്യൂച്വൽ ടേംസിൽ അഗ്രിമെൻറ്റിലാണ് ഇവിടുത്തെ ഈ ഒരു സിസ്റ്റം മൊത്തം ഇവർ ഓടിക്കുന്നത്. ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ കണ്ടില്ലേ, നുർക്കു വാക്ക് 1.3 കിലോമീറ്റർ ഉള്ള ഒരു വാക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ അതിങ്ങനെ ഫെൻസ് ചെയ്ത് ട്രാക്ക് ചെയ്ത് ഈ ഇത്തരത്തിലുള്ള ഫെൻസിൽ ട്രാക്ക് പോലെ ഇട്ടിട്ടുണ്ടാവും. അതിനിടയ്ക്കൂടെ നടക്കാൻ പോകണമെങ്കിൽ നടക്കാൻ പോകാം, പക്ഷെ പാമ്പുണ്ടാവും. അത്തരത്തിലുള്ള ഇഷ്ടംപോലെ വാക്കിംഗ് ട്രാക്കുകൾ, ഇതുപോലത്തെ ഡെസിഗ്നേറ്റഡ് വാക്കിംഗ് ട്രാക്കുകൾ ഉണ്ടാവും ഇതുപോലത്തെ സ്ഥലങ്ങളിൽ. ആൾക്കാർക്ക് വണ്ടി മാർഗി നടക്കാൻ പോകാനുള്ള സ്ഥലം. ഇങ്ങനെയുള്ള ഏരിയകളിൽ കയറുമ്പോഴത്തേക്കിനും പാർക്ക് എൻട്രി ഫീസ് എന്ന് പറഞ്ഞൊരു ഫീസ് ഉണ്ട് നാഷണൽ പാർക്കുകളിൽ കയറുമ്പോഴത്തേക്കിനും. അപ്പോൾ ഇവിടുത്തെ നോർത്തേൺ ടെറിട്ടറിയുടെ നാഷണൽ പാർക്കിന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് നമുക്കത് അടയ്ക്കാം. ഇപ്പൊ എന്റെ വണ്ടി കിടക്കുന്ന എവിടെയാന്ന് നോക്കിയേ, ഇതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത. നമുക്കിത് നോക്കുമ്പോഴത്തേക്കിനും എന്താ വലിയ സംഭവമായിട്ടൊന്നും തോന്നൂല അല്ലേ? കുറച്ച് കല്ലുകൾ, ഉരുളൻ കല്ലുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നു, ഉരുളൻ കല്ലുകൾ ഇങ്ങനെ കിടക്കുന്നു, അതല്ലാതെ വേറെന്താ. പക്ഷേ ഇതിന്റെ ഒരു റിയൽ ഫാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരിസരത്തെങ്ങും ഇല്ലാത്ത ഇങ്ങനത്തെ കല്ലുകൾ ഇവിടെ മാത്രം എങ്ങനെ വന്ന് കിടക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ചോദ്യചിഹ്നം. കുറച്ച് മുന്നോട്ട് വന്നപ്പോഴത്തേക്കിനും ഇവിടെ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഏരിയ ഉണ്ട്. അവിടെ വൈഫൈ ഒക്കെ ഉണ്ട്. വൈഫൈ എന്ന് പറയുമ്പോഴത്തേക്കിനും മിക്കവാറും സ്റ്റാർലിങ്ക് ആയിരിക്കും. ഇവിടെ പല സ്ഥലത്തും സ്റ്റാർലിങ്ക് ഉണ്ട്. സ്റ്റാർലിങ്ക് വിദൂര സ്ഥലത്തൊക്കെ സ്റ്റാർലിങ്ക് വെച്ചിട്ടുണ്ട്. പല വണ്ടികളിലും ആൾക്കാർ സ്റ്റാർലിങ്ക് ഉപയോഗിച്ചിട്ട് ട്രാവൽ ചെയ്യാറുണ്ട്, കാരണം കണക്ടിവിറ്റിക്ക് വേണ്ടി. ഇവിടെ നമുക്ക് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇതിനെപ്പറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ് ജോഗ്രഫിയാണ് ഗൈസ്. ഈ കർലു എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ വെച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ഏകദേശം 1.7 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് ഇവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ സംഭവിച്ചതെന്നാണ് പറയപ്പെടുന്നത്. അതായത് ഈ മോൾട്ടൺ മാഗ്മ ശരിക്കും സോൾഡിഫൈഡ് ആയിട്ട് ഗ്രാനൈറ്റ് ആയി എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഒരു ഗ്രാനൈറ്റ് ആയതിനു ശേഷം സറൗണ്ടിങ് ആയിട്ടുള്ള പാറകളൊക്കെ ഇറോഡായി പോയപ്പോൾ ഇമെൻസ് പ്രഷർ കാരണവും അതേപോലെ തന്നെ പലതരത്തിലുള്ള ക്രാക്കുകൾ ഇവിടെ ഉണ്ടാവുകയും എന്നിട്ട് ഇവിടെയുള്ള പല ടൈപ്പ് ഓഫ് വെതർ, കാറ്റ്, വെള്ളം, അങ്ങനെ പല വെതർ ഒക്കെ കാരണം ഇതിങ്ങനെ ഈ ഒരു ഷേപ്പിൽ സ്പിയേഴ്സ് ആയി മാറി എന്നൊക്കെയാണ് പറയുന്നത്. ഈ മാഗ്മ സോൾഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാഗ്മ ഈ എർത്തിന്റെ ക്രസ്റ്റിനുള്ളിൽ പോയിട്ട് പെട്ടെന്ന് കൂൾ ഡൗൺ ആയി പോകുന്ന ഒരു പ്രോസസ്സിനെയാണ് മാഗ്മ സോൾഡിഫിക്കേഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് അത് ഗ്രാനൈറ്റ് ആയി മാറും എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ വായിച്ച് മനസ്സിലാക്കിയ സംഭവങ്ങളാണ്. ഇതൊക്കെ പണ്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മയില്ല. ഇവിടെ വന്നപ്പോഴാണ് ഇതൊക്കെ ഞാനിപ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നത്. പിന്നെ പലതരത്തിലുള്ള ടെക്ടോണിക് ഫോഴ്സസ് ലിഫ്റ്റഡ് ദ ഗ്രാനൈറ്റ് ആൻഡ് പ്ലസ് പണ്ട് ജോഗ്രഫി പഠിക്കാൻ ഞാൻ വീക്കായിരുന്നു. ഞാനാണ് പണ്ട് മറ്റേ റീലിടണം, മൈ ജോഗ്രഫിക് ടീച്ചർ സെഡ് യു വിൽ നെവർ ഗോ എനിവെയർ ഇൻ ദിസ് വേൾഡ് എന്നൊക്കെ പറഞ്ഞ പോലെ. എൻ്റെ ടീച്ചർ അങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ അത് ശരിക്കും സ്ഥലത്തല്ല എഴുതേണ്ടത്, ഇതുപോലത്തെ സ്ഥലത്ത് വന്നിട്ട് വേണം. ഇതിൻ്റെ ജോഗ്രഫിയാണ് ശരിക്കുള്ള ജോഗ്രഫി.
എന്തായാലും ഇവിടുത്തെ അബോറിജിനൽസ് ഇടയിലുള്ള ഒരു സേക്രഡ് പ്ലേസ് ആണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു സ്ഥലം. നമ്മൾ പോകുന്ന ഹൈവേന്ന് ചെറിയ ഒരു ഡൈവേർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ കണ്ടിട്ട് പോവാം. എന്നാലും എന്തായിരിക്കും ആരെങ്കിലും ഒക്കെ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ അല്ലേ ആ മലയേക്കാട് പാറ കഷ്ണങ്ങളൊക്കെ അതിൻ്റെ മേളിൽ ഇരിക്കുന്നത്. ആ 2 കല്ലിൻ്റെ കഷ്ണം കണ്ടോ, അത് അവിടെ ഇരുന്നിട്ട് ഒടിഞ്ഞ് പറഞ്ഞ് താഴെ വീണ പോലെ തോന്നുന്നു അല്ലേ? ശരിക്കും അങ്ങനെ തന്നെ സംഭവിച്ചായിരിക്കും, ഒടിഞ്ഞ് വീണായിരിക്കും. 130 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന റോഡാണിത്. നമ്മുടെ നാട്ടിൽ 6 ലൈൻ ഹൈവേയിൽ പോലും നമുക്ക് പോകാൻ പറ്റില്ലല്ലോ, കാരണം നമുക്ക് അത്രയും തിരക്കും വണ്ടിത്തിരക്കും ട്രാഫിക്കും ഉള്ളതല്ലേ. ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്തതുകൊണ്ടാണ് 130 ലിമിറ്റ് തന്നിരിക്കുന്നത്. അതും എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ നോർത്തേൺ ടെറിട്ടറി മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു 130 സ്പീഡ് ലിമിറ്റ് ഉള്ളത്. നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, നമുക്കിനി ഡെസ്റ്റിനേഷനിലേക്ക് 394 കിലോമീറ്റർ ആണുള്ളത്. പക്ഷേ 390 കിലോമീറ്റർ സ്ട്രെയിറ്റ് ആണ്. ഇത് 390 അല്ല, ഇത് ആക്ച്വലി 471 സ്ട്രെയിറ്റ് ആയിരുന്നു ഞാൻ ഇറങ്ങിയ സമയത്ത്. പിന്നെ ഞാനത് എടുക്കാൻ മറന്നു പോയതാ. സ്ട്രെയിറ്റ്, വേറെ ഒന്നുമില്ല, നേരെ ഇങ്ങനെ പോവാണ്. ഹലോ ഗൈസ്, അങ്ങനെ വീണ്ടും 100 കിലോമീറ്റർ കഴിഞ്ഞ് ബാരോ ക്രീക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വണ്ടി നിർത്തി. ബാരോ ക്രീക്ക്. ഈ ബാരോ ക്രീക്ക് എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു ടെലഗ്രാഫ് സ്റ്റേഷനുണ്ട്. ആ ടെലഗ്രാഫ് സ്റ്റേഷൻ്റെ മുമ്പിലാണ് ഞാൻ വണ്ടി നിർത്തിയിരിക്കുന്നത്. ഈ 1800 കാലഘട്ടങ്ങളിൽ സ്റ്റുവാർട്ട് ഹൈവേ എന്ന് പറയുന്ന ഈ ഒരു ഹൈവേ തന്നെ വന്നത് ഈ ടെലഗ്രാഫ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ലൈൻ വലിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതായത് ഓസ്ട്രേലിയൻ ഓവർലാൻഡ് ടെലഗ്രാഫ് ലൈൻ എന്നും പറഞ്ഞൊരു ലൈനുണ്ട്. അത് ഇവിടെ ഓസ്ട്രേലിയയുടെ സൗത്ത് മുതൽ നോർത്ത് വരെയുള്ള ഈ സ്റ്റുവാർട്ട് ഹൈവേയിലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും ഈ സ്റ്റുവാർട്ട് എന്ന് പറഞ്ഞ വ്യക്തി 1800 കാലഘട്ടങ്ങളിലാണ് സ്റ്റുവാർട്ട് ഹൈവേ ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വേൾഡ് വാർ 2 സമയത്താണ് ശരിക്കും റഫായിട്ട് കിടന്ന ഈ റോഡ് ഐ മീൻ കുറച്ചുകൂടെ സഞ്ചാരയോഗ്യമാക്കി മാറ്റിയത്. അപ്പോൾ വേൾഡ് വാർ 2 സമയത്ത് ഇവിടെ അങ്ങനെ ഒരു ഗുണം ഉണ്ടായി. അത് വന്നതുകൊണ്ട് നമുക്കിപ്പോൾ യാത്ര ചെയ്യാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ അല്ലെങ്കിൽ പിന്നെ വന്നേനെ. ഈ 12500 കിലോമീറ്റർ വരുന്നൊരു യാത്രയാണല്ലോ. ആ യാത്രക്കിടയിൽ എവിടെയൊക്കെ ടെലഗ്രാഫ് സ്റ്റേഷൻസ് ഉണ്ടോ അവിടെ നിന്നൊക്കെയാണ് ടൗൺഷിപ്പുകൾ വന്നത്. ഇത് ബാരോ ക്രീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടൗൺ ഇതിനോട് ചുറ്റും ഡെവലപ്പ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഓരോ 200 കിലോമീറ്റർ കൂടുമ്പോഴും ഈ ടെലഗ്രാഫിൻ്റെ സിഗ്നൽ സ്ട്രെങ്തൻ ചെയ്ത് കൊടുക്കാനായിട്ട് ഇതുപോലെയുള്ള ബൂസ്റ്റർ സ്റ്റേഷനുകൾ നിർമ്മിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ശരിക്കും ഇത് ഓരോ 200 കിലോമീറ്റർ കൂടുമ്പോഴേ നമുക്ക് ഇതുപോലെയുള്ള ടെലഗ്രാഫ് സ്റ്റേഷൻസ് കാണാൻ സാധിക്കുന്നത്. കറക്റ്റ് ഇപ്പം നമ്മൾ നിന്ന് ടെനൻ ക്രീക്കിൽ നിന്ന് വിട്ടിട്ട് 200 കിലോമീറ്റർ കഴിഞ്ഞപ്പോഴാണ് 250 കിലോമീറ്റർ ആയി. 250 കിലോമീറ്റർ ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു ടെലഗ്രാഫ് സ്റ്റേഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇതാണ് ഓസ്ട്രേലിയയുടെ ഓവർലാൻഡ് ടെലഗ്രാഫ് ലൈൻ എന്ന് പറഞ്ഞ ആ ഒരു ലൈൻ അവർ ചെയ്തത്. ഒരു ബേസിക്കലി ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഇതിങ്ങനെ ഉണ്ടല്ലോ, ലണ്ടൻ, ജിബ്രാൾട്ടർ, മാൾട്ട, എയ്ഡൻ, മുംബൈ, മദ്രാസ്, അവിടെ നിന്ന് പെനാങ്, സിംഗപ്പൂർ, പിന്നെ ഡാർവിൻ നിന്ന് അഡിലേഡ് വരെയാണ് അവർ ചെയ്തത്. ഇതായിരുന്നു ആ സംഭവം. എന്തായാലും പണ്ട് കാലത്ത് ഈ പറഞ്ഞ ഓരോ പരിപാടികളെ ചെയ്തതേ ഇല്ലേ. ഇവിടെ ഫുൾ ഈച്ചകളായിരിക്കും. നമുക്കിനിയിപ്പം മറ്റേ ഈച്ച കവർ ചെയ്യുന്ന ഒരു നെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അതില്ലാതെ നമുക്ക് പല സ്ഥലത്തും നടക്കാനും പോകാനും പറ്റത്തില്ല. എനിക്കിനി അടുത്ത സ്റ്റോപ്പ് എവിടെയാണെന്ന് വെച്ചാൽ അത് അവിടെ നിന്ന് എനിക്ക് വാങ്ങണം. ഇല്ലെങ്കിലേ വണ്ടി തുറക്കണ്ട, അതിന് മുമ്പ് ഈച്ചകളെല്ലാം കൂടെ അതിനകത്ത് കയറും. എത്ര ഈച്ച കയറി നോക്കിയേ കണ്ടോ, എന്തോരം ഈച്ച കയറി നോക്കി. ഇതെല്ലാം കൂടെ വണ്ടി വിടുമ്പോഴത്തേക്കിനും ഇട്ടാലേ വണ്ടി ഇത് പോവുള്ളൂ, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പോവില്ല. ദൂരം ഉണ്ടെന്ന് നോക്ക്. അപ്പോൾ ഇവിടെ ഈ ബാരോ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ടെലഗ്രാഫ് സ്റ്റേഷനോട് ചേർന്ന് ഇവിടെ ഒരു പമ്പുണ്ട്, പിന്നെ ഒരു കാരവൻ പാർക്കുണ്ട്. വേറെ ഒന്നുമില്ല. പണ്ടെപ്പോഴോ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നൊരു വണ്ടി അവിടെയും ഈ പറഞ്ഞ ഇങ്ങനത്തെ ഒത്തിരി വണ്ടി അവിടെ കിടപ്പുണ്ട് കേട്ടോ. ഇതല്ലേ വെൽക്കം ടു ബാരോ ക്രീക്ക് പബ്, ഹോം ഓഫ് ബുൾഷിറ്റ് ആൻഡ് ബിയർ എന്ന്. പഴയ വണ്ടികൾ ഇഷ്ടംപോലെ ഉണ്ട് ഇവിടെ. ഇവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടാ. ഒരു റെസ്റ്റോറൻറ്റ് പോലത്തെ എന്തോ ഒരു സെറ്റപ്പ് ഇവിടെ ഉണ്ട്. പെട്രോളും ഡീസലും കിട്ടും, ഉണ്ടെങ്കിൽ കിട്ടും. പിന്നെ ഒരു ചെറിയൊരു ബാറുണ്ട്, അടിപൊളി. അവിടെ ഒരു അപ്പൂപ്പന് ഇരിപ്പുണ്ട് അവിടെ, അത്രേ ഉള്ളൂ. വല്ലപ്പോഴും ഒക്കെയാണ് ആൾക്കാരെ കണ്ടു കിട്ടുന്നത്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. വല്ലപ്പോഴും കുറേ കിലോമീറ്ററുകൾ സഞ്ചരിക്കണം, എന്നാലേ കുറച്ച് ആൾക്കാരെ കാണുള്ളൂ. ഞാൻ അവിടെ നിർത്തിയപ്പോഴത്തേക്കിന് അവിടെ ഒരു മലയാളി ഫാമിലിനെ കണ്ടു കേട്ടോ. അവര് കെയ്ൻസ് എന്നെങ്ങാണ്ട് ഡ്രൈവ് ചെയ്ത് ആലിസ് സ്പ്രിങ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആലിസ് സ്പ്രിങ്സ് എന്ന് പറയുന്നത് ഒരു മലയാളി ഹബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതിൻ്റെ മെയിൻ റീസൺ ഈസ് ദിസ് തിങ്. അതായത് അവിടെ പോയി ഇതുപോലുള്ള റിമോട്ട് സ്ഥലങ്ങളിൽ പോയി നിന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് PR കിട്ടും എന്നുള്ളത് വലിയൊരു റീസൺ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് മാത്രമല്ല, മലയാളികൾ അങ്ങനെയാണല്ലോ, നമ്മളങ്ങനെയാണല്ലോ. നമ്മൾ എവിടെയെങ്കിലും ഒരാൾ കൂടി ഒരു കമ്മ്യൂണിറ്റി ആയി വന്നാൽ പിന്നെ അത് വലിയ കമ്മ്യൂണിറ്റി ആയി മാറും എന്നൊക്കെയാണ് എനിക്കറിയാൻ സാധിച്ചത്. എന്തായാലും ഈ പട്ടിക്കാട്ടിലെ ഈ കുഗ്രാമത്തിൽ റിമി ടോമി വരെ വന്ന് പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അതായത് അത്ര അധികം ആളുകൾ ഉണ്ടെന്ന് അവിടെ. ശരി.
ഈ ഒരു ചെറിയൊരു കുഞ്ഞു സ്ഥലത്ത് ഒരു എയർ സ്ട്രിപ്പ് ഉണ്ട്, കണ്ടില്ല? നോക്കിയേ, ഇതൊരു എയർ സ്ട്രിപ്പാണ്. അതിലേക്ക് വഴിയുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ പല ഗ്രാമങ്ങളിലും നമ്മൾ ഈ ഊരെന്നൊക്കെ പറയുന്ന പോലെ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർ താമസിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് എമർജൻസി മെഡിക്കൽ ഇവാക്യുവേഷൻ അങ്ങനെയുള്ള സന്ദർഭങ്ങളും സാഹചര്യങ്ങളും വരുമ്പോഴത്തേക്ക് ഇതുപോലുള്ള എയർ സ്ട്രിപ്പുകൾ യൂസ് ചെയ്യും. നമ്മളിങ്ങനെ വരുമ്പോൾ ഇത് ഒരു വഴി കണ്ടോ, 200 മീറ്ററിൽ വലത്തോട്ട് ഒരു വിമാനത്തിന്റെ വഴി. പോയി നോക്കാം. ഇതാണ് ആ വഴി, കണ്ട? ഇത് നോക്കിയേ, പടച്ചോനെ, നമ്മുടെ എയർ സ്ട്രിപ്പിലേക്ക് പോകുന്ന വഴിയാണെന്ന് തോന്നുന്നത്. അടിപൊളി. ഭാഗ്യം വണ്ടി കയറാതിരിക്കാൻ വേണ്ടി ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ആൾക്കാർ വണ്ടിയും കൊണ്ട് ഓടിച്ച് കയറിയാലേ. എന്തൊക്കെയല്ലേ നോക്കിയേ, ഇതുപോലത്തെ ഒരു സ്ഥലത്ത് ഒരു എയർ സ്ട്രിപ്പ് ഗൈസ്. ലോകത്ത് ഏറ്റവും കൂടുതൽ എയർപോർട്ടുള്ള എവിടെയാണെന്ന് അറിയാം? എയർപോർട്ട് എയർ സ്ട്രിപ്സും US അത് കഴിഞ്ഞാൽ ഓസ്ട്രേലിയ എത്രാമത്തെ സ്ഥാനത്താണ് നിങ്ങൾക്ക് അറിയാവോ? നിങ്ങൾ നോക്കിയിട്ട് പറ. അങ്ങനെ വീണ്ടും ഒരു 100 കിലോമീറ്റർ കഴിഞ്ഞു. സ്പീഡ് കുറച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തോ ഒരു ടൗൺ വരുന്നുണ്ട്. 100 കിലോമീറ്ററാ. ഈ ആക്ച്വലി ഇന്നത്തെ ഡ്രൈവ് ഭയങ്കര ബോറായിരുന്നു എനിക്ക്, കാരണം ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞു. ഇവിടെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഒരു ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്, പിന്നെ ഒരു പോലീസ് സ്റ്റേഷൻ ഉണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റും റെസ്റ്റ് ഏരിയ ഉണ്ട്. ഒരു ഫ്യൂൽ സ്റ്റേഷന് മുമ്പിൽ നിർത്തി, കാരണം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരുമ്പോഴാണ് കുറച്ച് നെറ്റ്വർക്ക് കിട്ടുന്നത്. എനിക്ക് കുറച്ച് രാവിലെ മെസ്സേജ് അയക്കാനും പിന്നെ അങ്ങനെ കുറച്ച് നെറ്റ്വർക്ക് ഇല്ലേ, ഉണ്ട്, കുറച്ച് അങ്ങോട്ടുണ്ട്. ഞാൻ റെസ്റ്റ് ഏരിയയിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്തപ്പോഴേ ഇത് കണ്ടു. ഇത് എനിക്ക് തോന്നുന്നു ഈ വെള്ളം പമ്പ് ചെയ്യുന്നതിന് വേണ്ടി കാറ്റത്ത് പ്രവർത്തിക്കുന്ന എന്തൊരു സെറ്റപ്പ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് ഒരു റെസ്റ്റ് ഏരിയ, വേറെ ഒന്നുമില്ല. എല്ലായിടത്തും ബാറും ഉണ്ട് കേട്ടോ. വഴിവക്കിൽ എല്ലായിടത്തും ബാറാ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഫ്യൂൽ റേറ്റ് കുറച്ചും കൂടെ കൂടുതലായിരിക്കും, കാരണം ഇവർക്ക് ഇഷ്ടമുള്ള ഫ്യൂൽ റേറ്റ് വെക്കാൻ പറ്റും. ടീ ട്രീ റോഡ് ഹൗസ് എന്ന് പറഞ്ഞൊരു സ്ഥലം. ഇത് ടീ ട്രീ. ഇവിടെ $2.5. അടിപൊളി. മുടിഞ്ഞ കത്തിക്കാ വെച്ചേക്കത്തെ. ഇവിടെ റെസ്റ്റോറൻ്റ് ഉണ്ട്, സ്റ്റോറുണ്ട്, ടേക്ക് അവേ ഫുഡ് ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരച്ച് പൊരിച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേസ്. ഇങ്ങനെയൊക്കെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാനിപ്പോ ഒരു ഇന്റർസെക്ഷൻ കണ്ടപ്പോഴത്തേക്കിനും വെറുതെ നോക്കിയതാണ്. QLD ബോർഡർ ബൗലിയ എന്നൊക്കെ പറഞ്ഞ് കുറെ സ്ഥലത്തേക്കുള്ള വഴിയാണ്. അങ്ങനെ ഏതൊക്കെയോ സ്ഥലത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പൊ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, പ്ലന്റി ഹൈവേ ഓപ്പൺ ആണ്, പിന്നെ ഒരെണ്ണം കോഷൻ, പിന്നെ ഒരെണ്ണം 4-wheel ഡ്രൈവ് ഓൺലി, പിന്നെ ഓരോ റോഡിന്റെ കണ്ടീഷൻ എഴുതി വെച്ചിരിക്കുക, ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. ക്ലോസ്ഡ് റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ പെനാൽറ്റി ആണ്, ഒന്നും ക്ലോസ്ഡ് അല്ല. നമുക്കിനി 71 കിലോമീറ്ററും കൂടെ ഉണ്ട് ഇവിടെ ആലിസ് സ്പ്രിങ്സ് എത്താനായിട്ട്. നമ്മൾ ആലിസ് സ്പ്രിങ്സ് എത്തുന്നതിന് ഒരു 25 കിലോമീറ്റർ മുമ്പ് നമുക്കിവിടെ ഒരു സൈൻ ബോർഡ് ഉണ്ട്. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുണ്ടല്ലേ, ഈച്ചയാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഈ മറ്റേ തലയിൽ മൂടാതെ പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ആക്ച്വലി ഈ ഒരു സ്റ്റുവാർട്ട് ഹൈവേയിൽ ഏറ്റവും ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡിലുള്ള സ്ഥലമാണെന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഏകദേശം 2400 ഫീറ്റ് അബോവ് സീ ലെവലാണ്, 727 മീറ്റർ അബോവ് സീ ലെവൽ. അതായത് നമ്മൾ ഈ റോഡിൽ വണ്ടി ഓടിക്കുമ്പോഴത്തേക്കിനും കയറ്റം കയറി വരുന്ന നമ്മൾ അറിയത്തില്ല, ചെറുതായിട്ട്. കാരണം ഇങ്ങനെ പറഞ്ഞ ലാൻഡല്ലേ. ഇപ്പോൾ ബാംഗ്ലൂർ പോകുമ്പോൾ നമ്മൾ സേലം വഴി ബാംഗ്ലൂർ പോകുമ്പോൾ കയറ്റം കയറി വരുന്ന നമ്മൾ അറിയോ? ഇല്ലല്ലോ. അപ്പോൾ ദിസ് കെയിൻ മാർക്സ് ദ ഹയസ്റ്റ് പോയിന്റ് ഓൺ ദ മെയിൻ റൂട്ട് ബിറ്റ്വീൻ അഡലീഡ് ആൻഡ് ഡാർവിൻ. അഡലീഡിനും ഡാർവിൻ ഇടയ്ക്ക് ഉള്ള ഏറ്റവും വലിയ സ്ഥലമാണ് ഗൈസ് ഇത്. ഇത് രക്ഷയില്ല കേട്ടോ. ഈ പുറത്തെ ഈച്ച രക്ഷയില്ല. പുറത്തിറങ്ങാൻ പറ്റത്തില്ല. പുറത്തിറങ്ങി അന്നേരം കയറും എല്ലാം കൂടെ. അതാണ് ഈ പ്രശ്നം. എന്തൊരവസ്ഥയാണ്. ഇതിനകത്തൊരു 10-15 കയറി കാണും. ഇതിനെ വിടണമെങ്കിൽ ഞാൻ പാടാം. അങ്ങനെ വെൽക്കം ടു ആലിസ് സ്പ്രിങ്സ്. ആലിസ് സ്പ്രിങ്സ് എന്ന് പറഞ്ഞൊരു ഇത് കാണാം. അവിടെ നമുക്ക് നോർത്തേൺ ടെറിട്ടറിയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട്. ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും ഭൂപ്രകൃതി എൻ്റയർലി മാറി. ഇത്ര നേരം ഇല്ലായിരുന്ന മലയും കുന്നും ഒക്കെ വന്നു തുടങ്ങിയപ്പോ. അങ്ങനെ നമ്മൾ ആലിസ് സ്പ്രിങ്സ് പട്ടണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ മോസ്റ്റ് നൊട്ടോറിയസ് സ്ഥലമാണ് ഇതെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇവിടെ അതിഭയങ്കരമായിട്ടുള്ള ക്രൈം നടക്കുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറയുന്നു. യൂട്യൂബ് എടുത്ത് ആലിസ് സ്പ്രിങ്സ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒന്നും കേട്ടിട്ടുണ്ടാവില്ല ആരും. ഞാൻ ഡാർവിൻ വിട്ടിട്ട് കുറച്ചെങ്കിലും വണ്ടികളും തിരക്കും ഒക്കെ കാണുന്നത് ഇവിടെ ആലിസ് സ്പ്രിങ്സ് വന്നിട്ടാണ് കേട്ടോ. എന്റെ ദൈവമേ, എന്തോ ഒരു സ്വർഗം കിട്ടിയ പോലെയാണ് ഇവിടെ വന്നപ്പോഴത്തേക്കിന്. ഇഷ്ടംപോലെ ടയർ കടകളും വണ്ടിയുടെ സർവീസ് സെന്ററുകളും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഫുഡ് ബാങ്ക്, ഫുഡ് ഹബ്ബ്, ബൈസൈക്കിൾ സെന്റർ. പോകുന്ന പോക്കുണ്ട്. സിറ്റിക്ക് ബൈപ്പാസ് ഒന്നുമില്ല. സിറ്റിക്കകത്തൂടെ കടന്നു വേണം എല്ലാ വണ്ടികളും പോകാൻ. 1000-നടുത്ത് മലയാളികൾ ഇവിടെ ഈ ഒരു ചെറിയ സ്ഥലത്തുണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. 1000-നടുത്ത് മലയാളികൾ. അല്ല, എനിക്ക് അത്ര ഐ എം നോട്ട് ഷുവർ.
പക്ഷെ അത്ര ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റുള്ള രാജ്യക്കാരും ഇന്ത്യക്കാരും ബാക്കിയുള്ള ആൾക്കാരും കൂടെ എന്തോരം എക്സ്പാറ്റ്സ് ഉണ്ടാവും അല്ലേ. ഇവിടെയും ടെന്നൻകറിക്ക് കണ്ട പോലെ തന്നെ ഫുള്ള് ഗേറ്റും മതിലും കമ്പിവേലി അത് ഇതൊക്കെ ആട്ടോ സിറ്റിയില്. ഇവിടെ കുറെ ഹോട്ടൽസ് ഒക്കെ ഉണ്ട്. ക്രൗൺ പ്ലാസ, പിന്നെ ഹിൽട്ടൺ, പിന്നെ മെർക്യൂർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഹോട്ടൽസ് ഉണ്ട്. അപ്പോൾ ഞാൻ റിവ്യൂസ് ഒക്കെ വായിച്ചു നോക്കിയപ്പോൾ എല്ലാവരും എഴുതിയിരിക്കുന്നത് നല്ല സേഫ്റ്റി ഉള്ള ഹോട്ടലിൽ പോയി താമസിച്ചില്ലെങ്കിൽ പണി കിട്ടും, ഒരു സേഫ്റ്റി ഫീലിംഗ് കിട്ടില്ല എന്നൊക്കെയാണ് എല്ലാവരും പറഞ്ഞത്. സോ ഞാൻ എന്തായാലും ക്രൗൺ പ്ലാസ ബുക്ക് ചെയ്തിട്ടുണ്ട്. വലിയ റേറ്റും ഇല്ല, എനിക്ക് തോന്നുന്നൊരു 5,000 6,000 ആ റേഞ്ച്, അല്ലെങ്കിൽ ആ റേഞ്ചാണ്. സാധാരണ റേറ്റ് ഉണ്ട് കമ്പയർ ടു ഇന്ത്യയിലെ ക്രൗൺ പ്ലാസ വെച്ച് നോക്കുമ്പോഴത്തേക്കിനും ചീപ്പാണ്. ഇവിടെ മേ ബി ഓഫ് സീസൺ ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ എവിടെയാണ് ഹോട്ടൽ. ഇതാണ് ക്രൗൺ പ്ലാസ ആലി സ്പ്രിങ്സ്. ഇവിടെ എല്ലാ ഹോട്ടൽസും ഒരുമിച്ചാ. ഞാൻ ഇവിടെ ഹോട്ടലിന് മുമ്പിൽ തന്നെ വണ്ടിയിട്ട് വിജനമായി കിടക്കുന്ന ക്രൗൺ പ്ലാസ. കുറച്ച് വണ്ടി പുറത്ത് കിടപ്പുണ്ട്, അല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. ക്രൗൺ പ്ലാസ ആലി സ്പ്രിങ്സ്. അങ്ങനെ ഞാൻ ചെക്ക് ഇൻ ചെയ്ത് കുറേ സാധനങ്ങളൊക്കെ തന്ന്. ഇതിനകത്ത് സൈക്കിളൊക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, കോംപ്ലിമെൻ്ററി ബൈക്ക് ഹയർ. ഇതൊരു വലിയ ഹോട്ടലാണെന്ന് തോന്നുന്നു. നോക്കി ഇവിടെ കുറേ ബ്ലോക്ക് ഉണ്ട്. ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ബ്ലോക്ക് ഉണ്ട്. എനിക്ക് ബ്ലോക്ക് 2-ലാണ്. പിന്നെ ഇവിടെ കാസിനോ ഉണ്ട്, വലിയ സ്വിമ്മിങ് പൂള്, ജിമ്മ്, അത് ഇതൊക്കെ ആയിട്ട് അടിപൊളി. പൂള് കുറച്ച് പേരുണ്ട് കേട്ടോ. പൂളിൻ്റെ സൈഡിൽ ഇവിടെ ഒരു സ്പ്ലാഷ് കഫേ എന്നും പറഞ്ഞുകൊണ്ടൊരു ബാറ് പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. നൈസാണല്ലോ, അടിപൊളിയാണല്ലോ. ഓക്കെ, അപ്പോൾ സോ ഇവിടെയാണ് നമ്മുടെ മുറി. എനിക്ക് അവരൊരു ഫ്രീ ഡ്രിങ്ക് ഒക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ടൊരു വൗച്ചറൊക്കെ തന്നിട്ടുണ്ട്. ഞാൻ ഈ റൂമിൽ കയറി വന്നപ്പോൾ ഉണ്ടായിരുന്ന ഞാൻ തന്ന എൻ്റെ എക്സ്പ്രഷൻ, അയ്യോ ഞാനിട്ട എൻ്റെ എക്സ്പ്രഷൻ എനിക്ക് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല ഗൈസ്. സോ ഫൈനലി ഞാൻ റൂമിലെത്തി. 6,000 രൂപയ്ക്ക് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയ ഗൈസ്. ഓസ്ട്രേലിയയിലെ മുറികളൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഇതെനിക്ക് ഈ ഒരു സ്വീറ്റ് റൂം എനിക്ക് അവർ തന്നത് ഞാൻ ഇവരുടെ മെമ്പർ ആയതുകൊണ്ടാണ്, EHGയുടെ മെമ്പർ ആയതുകൊണ്ടാണ് എനിക്ക് എത്ര റൂം തന്നത്. പക്ഷേ ഇത് നോക്കി എൻ്റെ കിട്ടുന്ന റൂമാണ് ഇത്. ഒരു വലിയൊരു TV, ഇത് ഒരു ലിവിങ് ഏരിയ, പിന്നെ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കിനും അടിപൊളി കിട്ടില്ല മുറി. ഇത് ഇവിടെ ഉണ്ട് ഒരു TV, ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെയാണ് കേട്ടോ. ആ കാണുന്നതൊക്കെ മറ്റേ അബോറിജിനൽ ആർട്ടിന്റെ ഒരു ഭാഗമായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസൈനാണ്. എന്ത് വലിപ്പമാണെന്ന് നോക്കിയത്. ഇത് ഡ്രസ്സിങ് ഏരിയ, പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴത്തേക്കിനും ബാത്റൂം. ഓടി കിടന്ന് വിളിക്കാം, അത്രയും വലിയ ബാത്റൂം. നൈസ്, കിട്ടില്ല സെറ്റപ്പാട്ടോ. അതെന്തായാലും ഭയങ്കര സംഭവമായി പോയി. ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തതല്ല. ഞാൻ ആക്ച്വലി നോക്കിയതാണ് ഏത് ഹോട്ടലിൽ ഹിൽട്ടൺ എടുക്കണം അല്ലെങ്കിൽ വേറെ എടുക്കണം. എല്ലാം ഒരു 5,000 6,000 റേഞ്ചാണ്. ഇന്നലെ രാവിലെ ഞാൻ താമസിച്ച മുറി കണ്ടില്ലായിരുന്നു. ആ ക്യാബിൻ ഞാൻ 12,000 രൂപ കൊടുത്തായിരുന്നു. കാരണം അവിടെ വേറെ ഒന്നും ഇല്ല. ഇവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ് ഉണ്ട്, അവിടെ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ആ റേറ്റ് വാങ്ങിച്ചു. അത് വെച്ച് നോക്കുമ്പോൾ ഇതെന്താ അല്ലേ. സോ എൻ്റെ റൂമിൽ നിന്നും എനിക്ക് നേരെ ഇവിടെ ബാക്ക് യാർഡിലേക്ക് ഇറങ്ങാം. ബാക്ക് യാർഡിൽ ഇവിടെ ഇഷ്ടം പോലെ ഇതേപോലുള്ള സിമിലർ മുറികളൊക്കെ ഉണ്ട്. അപ്പുറത്തൊരു സ്വിമ്മിംഗ് പൂളുണ്ട്, തൊട്ട് പുറകിൽ മല കാണാം. നമ്മൾ അത് ഇതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ആലി സ്പ്രിങ്സിലെ എൻ്റെ മുറി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ഥലം നൊട്ടോറിയസ് ആണെന്നുണ്ടെങ്കിലും മുറി അടിപൊളിയാണ്. ഞാൻ റൂമിൽ വന്ന് അവിടെ നിന്നപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഒരു മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. ഈ സ്ഥലത്ത് ഒരു മലയാളി നടത്തുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടെന്ന്. എന്നാൽ പിന്നെ അവിടെ പോയി ഫുഡ് കഴിക്കണമല്ലോ. ഞാനപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്കിവിടെ ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കുറേ ആൾക്കാർ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു. കുറേ ആൾക്കാർ ഇവിടെ ഹോട്ടൽ സേഫാണ്, പക്ഷേ വണ്ടി സേഫ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടി ഓപ്പണായിട്ട് കിടക്കുന്നത്. വണ്ടിക്ക് പ്രത്യേകിച്ച് ഗ്രില്ലും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഞാൻ വണ്ടിക്കകത്ത് നല്ല സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. വണ്ടിക്കകത്തൊന്നും വെക്കാണ്ടിരുന്നാൽ പോരും, ഇപ്പോൾ പ്രശ്നമില്ലല്ലോ. നല്ല വിശപ്പുണ്ട്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. 4 മണിയായി. ഞാനിവിടെ സിറ്റി സെൻറ്ററിലെത്തി. സിറ്റി സെൻറ്റർ ഏരിയ ആണെന്ന് തോന്നുന്നത്. യെസ്, ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടി. ഞാൻ വണ്ടി പാർക്ക് ചെയ്തു. സൂപ്പർ മാർക്കറ്റും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഞാനുള്ള വണ്ടി പാർക്ക് ചെയ്തു. ഇവിടെ എവിടെയോ ആണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കാണിച്ചത്. പോയി നോക്കട്ടെ. ഉൾഭാഗത്ത് ബാക്കിയുള്ള സംഭവങ്ങൾ, പാർക്കിംഗ് ഒക്കെ ക്ലോസ്ഡ് പാർക്കിങ്ങുകൾ നോക്കി അടിപൊളി. അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ. ഗേറ്റൊക്കെ ഉള്ള പാർക്കിങ്ങുകളൊക്കെ. അത് ശരി. എല്ലാ നിലവെടിപ്പുള്ള സാധനങ്ങളൊക്കെ ശ്രദ്ധിക്കണം, വണ്ടിക്കകത്തൊന്നും വെക്കരുത്, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആൾക്കാരൊക്കെ കുറേ പേര് നിലത്തിരിക്കുന്നത് കേട്ടോ. എനിക്ക് അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആയിരിക്കണം. അവരാണ് കൂടുതൽ ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എവിടെയാണ് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് പോയി നോക്കട്ടെ. ഇവരെന്തിനായിരിക്കും ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? അതെനിക്ക് അറിയാത്തത്. ഇവരെന്തിനായിരിക്കും ഇവിടെ ഇരിക്കുന്നത്? ഇവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ ഉണ്ട്, മനസ്സിലായില്ലേ? പല ആൾക്കാരെയും കണ്ടു കഴിഞ്ഞാൽ ഒരേപോലെ ഉണ്ട്. നമ്മൾ സാധാരണ ആഫ്രിക്കയിലും മറ്റൊക്കെ പോയപ്പോൾ കാണുന്ന അങ്ങനത്തെ ഒരു രീതിയല്ല. ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയാണ് ഇവർ. ഇവിടെ എവിടെയാ റെസ്റ്റോറൻറ്റ്? ഇനി ഇതിനകത്താണോ? ഇതല്ലേ ഇന്ത്യൻ ഷെഫ് റെസ്റ്റോറൻറ്റ്. ഇത് തന്നെ. ഞാൻ ഇന്ത്യൻ ഫുഡ് പ്രതീക്ഷിച്ചു, പക്ഷെ ഉഴുന്നോടൻ ചായ ഒന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ശരി. ഇവിടെ വേറെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് ഉണ്ടോ?
ആണോ? എത്ര വർഷം ഇവിടെ? 2012 ഇവിടെ വന്നു ആലിസ് സ്പ്രിങ്സിലോ? ഇവിടെ 25 വർഷമായ ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ട്. ഒരു 300 to 400 മലയാളി കമ്പനി ഉണ്ട്. ഓക്കെ. അപ്പൊ നിങ്ങള് ഇവിടെ വന്നിട്ട് ഇപ്പൊ 2002 UK പിന്നെ അല്ല, അതിനു മുമ്പ് US-ലായിരുന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ ജസ്റ്റ് പോയിട്ട് വിസ എടുക്കാതെ പോകുന്നു. ഓക്കെ. US, UK, പിന്നെ ഇവിടെ ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ ആണോ ഇഷ്ടപ്പെട്ടത്? ഗൾഫിലുണ്ടായിരുന്നു. ശരി. നിങ്ങൾ ഇന്ത്യ നിന്നിട്ടില്ല നേരം? 25 വർഷമായി നാട് വിട്ടാ. ആണല്ലേ? ചേട്ടന്റെ വൈഫും നേഴ്സാണോ? നിങ്ങൾ സ്വന്തം ചേട്ടനും അനിയനുമാണ്? ഒരനിയനും കൂടി ഉണ്ട്. പുള്ളി ബ്രിസ്ബൻ ഹാർബറിലാണ്. ഞാൻ ആക്ച്വലി 12,000 കിലോമീറ്റർ വണ്ടി ഓടിച്ചിട്ട് വന്നിട്ട് ഈ ഒരു ചെറിയ സ്ഥലത്ത് നിങ്ങളെ പോലെ കുറച്ച് ആൾക്കാരുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ വലിയ കമ്മ്യൂണിറ്റിയാ മലയാളി കമ്മ്യൂണിറ്റി. മൂന്നാമത്തെ കൂടുതൽ സംസാരിക്കുന്ന ലാംഗ്വേജ്. കഴിഞ്ഞ വർഷം 4 മെഗാ ഷോസ് നടന്നു. ജാസി ഗിഫ്റ്റ്, മീറ്റോമി, വിനീത് ശ്രീനിവാസൻ. ഞാൻ അവരോ പറഞ്ഞു 12 ആൾ വെച്ചുള്ള ടീമോടെ വന്നു. എന്താ പേര്? ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഇരുന്ന ഒത്തിരി പേര് കാണാൻ വരും അല്ലേ? ഞാൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവിടെ ഉണ്ടാവും. വരുന്നവരെല്ലാം ഓരോ ബിരിയാണി വാങ്ങിച്ചാൽ മതി. ആകെ നമുക്കൊരു മലയാളി കട എന്ന് പറയുന്നത് ഇത് മാത്രമാണ്. ആലിസ് സ്പ്രിങ്ങിന്റെ ഒരു വ്ളോഗ് ഉണ്ടാവില്ല, പിന്നെ നമുക്ക് ചെയ്യണം. പോയി വന്നിട്ട് ഇവിടെ മുമ്പില് അവിടെ ഒരു ലിക്കർ സ്റ്റോർ കണ്ടോ? ആ ലിക്കർ സ്റ്റോറിന്റെ മുമ്പിൽ 2 പോലീസുകാർ കാവൽ നിൽക്കുന്ന കണ്ടോ? അതെന്തിനാണെന്നറിയോ? ഇവിടെ ലിക്കർ വാങ്ങാനായിട്ട് കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ഫിസിക്കൽ ID കാർഡ് കാണിക്കണം. എന്നിട്ട് അവരത് വെരിഫൈ ചെയ്തിട്ട് നമുക്ക് അകത്തേക്ക് കയറാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നമ്മൾ ആ തിരിച്ചിറങ്ങി വരുന്ന സമയത്ത് അവർ വീണ്ടും അത് വെരിഫൈ ചെയ്യും. കാരണം ഇവിടെ ID കാർഡ് ഇപ്പോൾ അതായത് ഈ അബോറിജിനൽസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ലിക്കർ റെസ്ട്രിക്റ്റഡ് ആണ്. അതായത് അവർക്ക് അധികം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് പല സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല. പർട്ടിക്കുലർലി അവരുടെ ഊരുകളിലേക്കൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും അവർക്കിടയിലെ ആ ഒരു അമിത മദ്യാസക്തിയും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയും പിന്നെ ഇതിൻ്റെ ആ ഒരു അനധികൃതമായിട്ടുള്ള എന്തൊക്കെയോ പരിപാടികളൊക്കെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ആക്ച്വലി അവർ ചെയ്തിരിക്കുന്നത്. വൈകിട്ടൊരു 4 മണി മുതൽ 7 മണി 8 മണി വരെ സമയത്ത് അത് പ്രവർത്തിക്കുകയുള്ളൂ. ആ സമയത്ത് ഫുൾ ആ പോലീസുകാർ അതിൻ്റെ മുമ്പിൽ കാവലുണ്ടാവും. കണ്ടില്ലേ? ഫുൾ പോലീസിൻ്റെ ജീപ്പ് വണ്ടികളും ഒറ്റയൊക്കെ ആയിട്ട്. ആദ്യമായിട്ടാണ് ഞാനൊരു ബസ് കാണുന്നത്. താഴെയില്ല, അത് എങ്ങോട്ട് കൊണ്ടുപോകുന്ന ബസ്സാണോ? ഇത്ര ദിവസം യാത്ര ചെയ്തിട്ട് ഞാനൊരു ബസ് കണ്ടില്ലായിരുന്നു. ഇവിടെ ഡാർവിൻ ആലിസ് സ്പ്രിങ്സിലേക്ക് എങ്ങാണ്ട് ഒരു ബസ് ഉണ്ടെന്ന് ഞാനിങ്ങനെ കേട്ടായിരുന്നു, പക്ഷെ ഐ എം നോട്ട് ഷുവർ. ഗൈസ്, അതൊക്കെയാണ് ലൈഫ്. അതാകുമ്പോഴത്തേക്കിനൊന്നും വേണ്ട. ഒരു വണ്ടിയായിട്ട് ഇറങ്ങും, എന്നിട്ട് അതിൻ്റെ പുറകിൽ അവരുടെ ക്യാരവൻ. ആ ക്യാരവനകത്ത് അവർ കിടന്നുറങ്ങും. അവർക്ക് അതിൻ്റെ ബാത്റൂമും കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. എല്ലാ പരിപാടികളും ഉണ്ടാവും. 2 സൈക്കിളുണ്ട്, ഗ്യാസ് കുറ്റിയുണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഏത് പട്ടിക്കാട്ടി പോയാലും ഇവർക്ക് പാർക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഇവർക്ക് എല്ലാ സൗകര്യത്തിനുമുള്ള മറ്റേ സൗകര്യങ്ങളും ക്യാരവൻ പാർക്കുകളും ഉണ്ടാവും. അവിടെ പാർക്ക് ചെയ്യുക. വെറുതെ പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ, അതിന് പൈസ കൊടുക്കണം. പാർക്ക് ചെയ്യുന്നതിന് അവരുടെ ഫെസിലിറ്റി യൂസ് ചെയ്യുന്നതിന് $25, $30, $40 എന്ന് പറഞ്ഞ് കൊടുക്കണം. പക്ഷേ എന്നാലും ഹോട്ടൽ മുറി എടുക്കുന്നതിൻ്റെ 4 പൈസ പോലും ആവുന്നില്ലല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചല്ല കേട്ടോ ഇവിടെ ഇത്രേ ആൾക്കാരുണ്ടാവും എന്നുള്ളത്. എൻ്റെ ദൈവമേ, ഞാൻ പോയി ഫുഡൊക്കെ കഴിച്ച്. ഹായ് ഹായ് ജോയ്സ്. ഹായ്, നമസ്കാരം. എന്തുണ്ട്? നിങ്ങൾ എന്നെ എങ്ങനെ കണ്ടു? ഞാൻ വീഡിയോക്കകത്ത് അല്ലെങ്കിൽ വണ്ടി കണ്ടായിരുന്നു. അത് ശരി. കറക്റ്റ് ഞാൻ റൗണ്ട് ഔട്ട് എത്തിയപ്പോ ഞാൻ കണ്ടിങ്ങ് പോരുന്നത്. ഓക്കെ. നിങ്ങൾ എന്നെ കണ്ടു വന്നാ? അതെ അതെ. ചേട്ടാ ഇവിടെ എവിടെ നോക്കിയാലും മലയാളികളാണല്ലോ. പിന്നെ മലയാളികൾ നമുക്ക് ആവശ്യത്തിൽ കൂടുതലുണ്ട്, അത്യാവശ്യമുണ്ട്. ഇപ്രാവശ്യം UK എന്നൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അത് ശരി. ആലിസ് സ്പ്രിങ്സിന് എന്താ ഇത്ര പ്രത്യേകത? ആലിസ് സ്പ്രിംഗ് അടിപൊളിയല്ലേ? അത് ശരി. എന്ത് ചെയ്യാ ഇവിടെ? ഞാനിവിടെ ഒരു ഡിസബിലിറ്റി ഒരു ഏജ് കെയർ വർക്ക് ചെയ്യാം. നാട്ട് കോട്ടയം. 6.5 വർഷമായി. കണ്ടേ സന്തോഷം. ശരി. നാളെ എപ്പോഴാ പോണേ? രാവിലെ. ഇപ്പൊ ഒരു ചേട്ടൻ ഞാൻ എന്നെ ഇവിടെ വണ്ടിപ്പിക്കും, ഞങ്ങളെ വണ്ടി റോഡിൽ നിർത്തിയിട്ട് കണ്ടിട്ട് ഒരു ചേട്ടൻ വന്നേക്കുന്നത്. ഇവിടെ എന്തോരം ആൾക്കാരാടാ മലയാളികൾ. ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇത്ര ആൾക്കാരോട് ഉണ്ടാവുന്നു. ഒരു ചെറിയ സ്ഥലം, കുഞ്ഞു സ്ഥലം, വളരെ ചെറിയ സ്ഥലം. ഞാൻ ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ കണ്ട വിജനമായ മരുഭൂമി മൊത്തം ഓടിച്ചുകൊണ്ട് വരികയല്ലേ. അങ്ങനെ ആ മരുഭൂമിക്ക് നടക്കുള്ളൊരു കുഞ്ഞു സ്ഥലം, ഒരു ചെറിയ സ്ഥലം. അതായത് ഞാൻ എങ്ങനെയാണ് അതിനെ കമ്പയർ ചെയ്യുക? നമ്മുടെ നാട്ടിലൊരു സ്ഥലമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും പറ്റില്ല. അത്ര ചെറിയ സ്ഥലം അത്, അത്ര ചെറിയ സ്ഥലം. വേറെ അതും ഒറ്റയ്ക്ക് വണ്ടി ഓടിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ്. ഇഷ്ടപ്പെട്ടു. ഞാൻ ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു.
ടിക്കറ്റൊക്കെ ക്യാൻസൽ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു വണ്ടിയൊക്കെ എടുത്തിട്ട് പതുക്കെ ഇങ്ങനെ കാതൽ പറഞ്ഞ സ്ഥലത്ത് വന്നു. അപ്പൊ അവിടെ വന്നിട്ട് മലയാളികളെ പരിചയപ്പെട്ടു. അപ്പൊ അതേ ഞാൻ ഒരു റിസർച്ച് ചെയ്യാറൊന്നും ഒരു പ്ലാനും ഇല്ലാതാണ് ഇത്തവണ യാത്ര ഇറങ്ങിയത്. സാധാരണ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്ത് അവിടെ പോകണമെങ്കിൽ പ്ലാനിലാണ് വന്നത്. പക്ഷെ സാധാരണ കാണുന്ന ഒരു സിറ്റി എക്സ്പീരിയൻസ് മാറ്റി ഒരു റൂറൽ ഏരിയാസിൽ കാണുന്നതാണ് വന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ ഉള്ളൂരിനെ വെച്ചേക്കാറുണ്ട്. പിന്നെ ഉള്ളൂര് പോയേക്കാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോ ആൾക്കാര് വണ്ടി എടുക്കുന്ന ടിപ്സ് പറഞ്ഞു തന്നു. അപ്പൊ അങ്ങനെ നല്ലൊരു വണ്ടി വേണ്ടി കിട്ടി. നമുക്ക് ട്രൈ ചെയ്ത് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എനിക്കങ്ങനെ വളരെ നല്ല ഒരു ഇതാണ് തോന്നിയത്. എനിക്ക് അങ്ങനെ ഒരു ബാഡ് തിങ് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തതേ ഇല്ല. എനിക്കറിയാം യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും മൊത്തം ആലിസ് സ്പ്രിംഗ്സ് നൊട്ടോറിയസ് പ്ലേസ് എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കാണുന്നത്. ഞാൻ താമസിച്ച ആ ഒരു ഹോട്ടൽ കോമ്പൗണ്ടിനുള്ളിലേക്ക് കയറാനായിട്ട് തന്നെ റെസ്ട്രിക്റ്റഡ് ആണ്. ഇലക്ട്രിക് ഫെൻസ് വരെ ഉണ്ടായിരുന്നു മതിലിന്റെ മുകളിൽ. അതൊക്കെ കാണുമ്പോഴത്തേക്കും എന്താണ് ഇങ്ങനെ ഒരു തോന്നിപ്പോ നമുക്ക് അത് ഭയപ്പെടുത്തുന്ന ഒരു ഫീലാണ്. കാരണം റോഡിൽ നിന്നും ഒരു മനുഷ്യരില്ല. ഡാൻസ് ഫോർ ഓസ് അല്ലേ? ഡാൻസ് ഫോർ ഓസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പോവാണ് ഇവര്. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ്. ആൻഡ് ഐവ് സീൻ യുവർ ഡാൻസ് ആൻഡ് റിയലി ഗുഡ്. നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന കുട്ടികളാണ്. സോ അവരെ എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. Thank you.